അതിശക്തമായിട്ട് ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുകയും രാജ്യത്താകമാനം ചർച്ചയായി മാറുകയും ചെയ്തു. ഏറ്റവും നഗ്നമായിട്ടുള്ള നിയമലംഘനമാണ് ഈ രാജ്യത്താകമാനം ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതൃത്വത്തിൽ അവരുടെ എല്ലാ പോഷക സംഘടനകൾ അല്ലെങ്കിൽ മറ്റു പേരുകളിൽ അറിയപ്പെടുന്ന അവരുമായിട്ട് ഏറ്റവും ബന്ധമുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1991 ഇന്ത്യയുടെ പാർലമെന്റ് ഒരു നിയമം പാസാക്കി. അത് ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക വ്യവസ്ഥകളാണ്. അതിൽ ഒറ്റ ആരാധനാലയത്തെ മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ. അത് ബാബറി മസ്ജിദാണ്. ആ നിയമം പാസാക്കുമ്പോൾ രാജ്യത്ത് നിലനിന്ന കോടതികളിൽ നിലനിന്ന ഒരു കേസ് എന്ന രൂപത്തിൽ ആ ആരാധനാലയത്തെ മാത്രം ഒഴിവാക്കി രാജ്യത്തുള്ള മറ്റെല്ലാ ആരാധനാലയങ്ങൾക്കും 91 നിയമം ബാധകമാണ്. 1947 ഓഗസ്റ്റ് 15 എന്തായിരുന്നു സ്ഥിതി അത് തന്നെ തുടരണം എന്നാണ്. എന്നാൽ അടുത്ത കാലത്ത് നിരവധി ആരാധനാലയങ്ങളുടെ മണ്ണ് മാന്തിയെടുക്കാൻ സർവേ നടത്തി അതെല്ലാം പള്ളികൾ പണിതത് പണ്ട് ക്ഷേത്രം പൊളിച്ചാണെന്ന് വരുത്തി തീർക്കാനും അത്തരത്തിൽ ക്ഷേത്രം പുനർനിർമ്മാണം നടത്താനുമുള്ള വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്ലാൻ ചെയ്തുള്ള അജണ്ട വച്ചുള്ള ഒരു ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം സംഭാലിൽ വന്ന് നിൽക്കുന്നു. ഇപ്പോൾ സുപ്രീം കോടതി അതിന്റെ സർവേ തടഞ്ഞു. അതുപോലെ തന്നെ മൈത്രിയും സമാധാനവും പുലരണം, അതിന് ഉത്തർപ്രദേശ് ഗവൺമെന്റ് ശ്രദ്ധിക്കണം എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇതിനിടയിൽ ചില കേസുകൾ വന്നപ്പോൾ, പ്രത്യേകിച്ച് ഗ്യാൻ പാബിയുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ വന്നപ്പോൾ പരമോന്നത നീതിപീഠം ഉൾപ്പെടെ 1991 പാർലമെന്റ് പാസാക്കിയ 2019 ബാബറി മസ്ജിദിന്റെ വിധിന്യായത്തിൽ കൃത്യമായി സാധൂകരിച്ച നിയമപരമായി നിലനിൽക്കുമെന്ന് എല്ലാ മഹത്വവും കൊടുത്ത ആ നിയമത്തെ തള്ളി പറയുന്ന ഒരു സാഹചര്യം ഇടയ്ക്കുണ്ടായി. ഏതായാലും ഇവിടെ ആരാധനാ സ്വാതന്ത്ര്യങ്ങളെ തകർക്കാനും അതുപോലെ തകർക്കാനും വേണ്ടി അജണ്ട വെച്ചുകൊണ്ടുള്ള പ്രവർത്തനവുമായി സംഘപരിവാർ സംഘടനകൾ മുന്നോട്ട് പോകുമ്പോൾ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരികയാണ്. പാർലമെന്റിന് അകത്തുണ്ട്, പുറത്തുണ്ട്. ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടാണ് ഈ വിഷയത്തിൽ. എല്ലാവർക്കും ഒരേ അഭിപ്രായ സമന്വയമാണ് ഉള്ളത്. കാരണം ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയും മൈത്രിയും സമാധാനവും സംരക്ഷിക്കണം. ഉയർന്നു വന്ന മുദ്രാവാക്യങ്ങൾ ഇപ്പോൾ കാശ്മീരിനെ കീറിമുറിക്കുന്നതായാലും അതുപോലെ ബാബറി മസ്ജിദുമായി രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ BJP മുന്നോട്ട് വെച്ചതിലെല്ലാം ഒരു തീരുമാനമായി. അപ്പോൾ ഇപ്പോൾ അത്തരത്തിലൊരു മുദ്രാവാക്യം അവർക്കില്ല. രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാകരുത്, ഇവിടെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ചയാകരുത്. അതുകൊണ്ട് മനഃപൂർവ്വം കലാപം സൃഷ്ടിക്കാനുള്ള ഇത്തരം ശ്രമങ്ങൾക്കെതിരെ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി തന്നെ പോരാടും എന്നതിൽ സംശയമില്ല.